ഗുഡ് മോർണിംഗ്. 52ാമത്തെ എപ്പിസോഡ്, അതായത് സൺഡേ ടെക് ടൈം എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെന്റിന്റെ 1ാം വാർഷികമാണ് ഇത്. സോ വളരെ സന്തോഷം. ഒരു മുടക്കം കൂടാതെ ഇങ്ങനെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചതിൽ തന്നെ വളരെ സന്തോഷം. പിന്നെ ഏകദേശം ഒരു 100-150 ആൾക്കാർ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അവരോടാണ് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. സോ ആ ഒരു 100 പേരും കൂടി ഇല്ലെങ്കിൽ പിന്നെ ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് തന്നെ വെറുതെ ആയിരിക്കും. വേറെ എന്താ, പിന്നെ ഒരു സന്തോഷ വാർത്തയും കൂടി ഉള്ളത്, എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ഇൻകം ഈ ഒരു മാസം എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഇപ്പോൾ ഏകദേശം ഒരു $101 ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 8500 റുപ്പീസൊക്കെ എൻ്റെ അക്കൗണ്ടിൽ ഈ മാസം വരുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇട്ട എഫേർട്ടിനൊക്കെ ഉള്ള ഫസ്റ്റ് ഇൻകം ആണ്. ഇതുവരെ പൈസ അങ്ങോട്ട് കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത്, ആദ്യമായിട്ടാണ് ഈ ഒരു യൂട്യൂബ് സംബന്ധമായിട്ട് പൈസ ഇങ്ങോട്ട് വരുന്നത്. സോ അതും സന്തോഷം. ഇതൊക്കെ കണക്കിലെടുത്തിട്ട് ഒരു ഗിവ് അവേ അനൗൺസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പറയാം. വേറെ എന്താ, ലാസ്റ്റ് വീക്ക് 2 സിനിമ കണ്ടു. ദി മോസ്റ്റ് അവൈറ്റഡ് കങ്കുവ. എൻ്റെ പൊന്നു, സങ്കടമാണ് തോന്നിയത് സൂര്യയുടെ അവസ്ഥ ആലോചിച്ചപ്പോൾ. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു ഹിറ്റില്ല എന്ന് പറയുമ്പോഴേ ഈ ഒരു സിനിമ ശരിക്കും കുറച്ചും കൂടിയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. ഇത്ര അങ്ങോട്ട് അലമ്പാവും എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതേപോലെ അർജുൻ അശോകന്റെ ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന പടം, എനിക്കത് അത്യാവശ്യം കണക്ട് ചെയ്തു, നല്ലപോലെ ഇഷ്ടമായി. ആ ഒരു അന്വേഷണം കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നി. സോ നല്ല ത്രില്ലർ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന പടം ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. മേക്കിംഗ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം അത്യാവശ്യം നന്നായിട്ടുണ്ട്. സോ ഈ ഒരു വീക്കെൻഡിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മൂവി എന്ന് പറയുന്നത് അത് ആനന്ദ് ശ്രീബാല തന്നെയാണ്. സോ അതൊക്കെയാണ് ലാസ്റ്റ് വീക്ക് നടന്ന കാര്യങ്ങൾ. വേറെ എന്താ, അപ്പോൾ നമുക്ക് വലിച്ചു കിട്ടുന്നില്ല, നമ്മളുടെ 1ാം വാർഷികത്തിലെ ഫസ്റ്റ് ന്യൂസിലോട്ട് കിടക്കാം. ലാസ്റ്റ് വീക്ക് ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത്, ഓസ്ട്രേലിയയിൽ ഇനി മുതൽ 16 വയസ്സുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അവരുടെ ഗവൺമെൻറ് ആ ഒരു സംഭവം ബാൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ഫേസ്ബുക്ക്, ട്വിറ്റർ, ടിക്ടോക്ക് അങ്ങനെയുള്ള സകലമായ എല്ലാ സംഭവങ്ങളും 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇനി ഉപയോഗിക്കാൻ സാധിക്കില്ല. നിലവിൽ വന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും അങ്ങനെ ഒരു ലോ പാസ്സായിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ് കേട്ടോ. ഈ ചെറിയ കുട്ടികൾക്കൊന്നും ഈ സോഷ്യൽ മീഡിയയുടെ അവർക്ക് ആവശ്യമില്ല. അപ്പോൾ അവർ പഠിക്കേണ്ട സമയമാണ്, കളിക്കേണ്ട സമയമാണ്, അതിലോട്ട് അവരുടെ ശ്രദ്ധ മുഴുവനായിട്ട് കൊടുക്കണം. ഇത് വെറുതെ കുറേ അവരുടെ ക്യാരക്ടറിനെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതൊരു നല്ല തീരുമാനം തന്നെയാണ്. മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകളും അല്ലെങ്കിൽ മറ്റ് ഭരണാധികാരികളും ഇതൊക്കെ കണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഇതൊക്കെ ഒരു പ്രഹസനം മാത്രമാണ് കേട്ടോ. ഇപ്പോൾ ഏജ് മാറ്റിയിട്ട് കഴിഞ്ഞ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ടല്ലോ, അത് തന്നെ വളരെ നല്ല കാര്യം. ഗൂഗിൾ ജെമിനി എന്ന് പറയുന്ന AI ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതിന് ആൻഡ്രോയിഡിൽ മാത്രമല്ല ഐഫോണുകളിലും യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ഗൂഗിൾ ജെമിനി എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും വന്നിട്ടുണ്ട്. സോ നമ്മളുടെ ഐഫോണിലും ഫ്രീ ആയിട്ട് ഗൂഗിൾ ജെമിനി യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് ഫോണുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ് എന്ന് പറയുന്ന നമ്മുടെ വോയിസ് അസിസ്റ്റന്റിനെ മാറ്റിയിട്ട് പകരം ജെമിനി വന്നു തുടങ്ങിയിട്ടുണ്ട്, റീപ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ ഒരു ഫീച്ചർ നമുക്ക് ഇവിടെ കിട്ടില്ല. ഇവിടുത്തെ വോയിസ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ആപ്പിളിന്റെ സിറി തന്നെയായിരിക്കും. എന്നാൽ ഈ ഒരു ജെമിനിയിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് അല്ലാതെ എല്ലാ AI ഫീച്ചേഴ്സ് അല്ലാതെ ഈ ഒരു ഐഫോണിലും കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ ഗൂഗിൾ ജെമിനി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഐഫോണിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആപ്പ് സ്റ്റോറിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഫോണിന്റെ സൈഡിൽ നിന്നുള്ള Magic 7 RSR പോർഷെ ഡിസൈൻ എന്ന് പറയുന്ന ഫോണിന്റെ സ്പെക്കും ഡിസൈന് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. എനിവേ ഈ ഒരു ഫോൺ ഡിസൈൻ ചെയ്യുന്നത് പോർഷെ എന്ന് പറയുന്ന ആ ഒരു കാർ കമ്പനിയാണ്. ഏകദേശം 3 ലക്ഷം രൂപയൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ ചൈന വിട്ട് ഈ ഒരു പോർഷെ ഡിസൈനിൽ വരുന്ന ഫോണുകളൊന്നും അവർ ഹോണർ പുറത്തേക്ക് ഇറക്കാറില്ല, ഇന്ത്യയിലോട്ടൊന്നും വരാറില്ല. എനിവേ ഈ ഒരു ഫോണിന്റെ സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറയുന്ന പ്രൊസസർ തന്നെയാണ്. പിന്നെ ഇതിന്റെ ഡിസൈൻ, പോർഷെ കാറുകളിൽ വരുന്ന ഹെഡ് ലാമ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഡിസൈനിലാണ് ഇതിൻ്റെ ക്യാമറ മൊഡ്യൂളൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ലോഞ്ച് വരും ദിവസങ്ങളിൽ നമുക്ക് ചൈനയിൽ എക്സ്പെക്ട് ചെയ്യാം. ഐക്യുവിൻ്റെ സൈഡിൽ നിന്ന് നിയോ 10 സീരീസിലുള്ള ഫോണുകൾ അധികം വൈകാതെ ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ ഇനീഷ്യൽ ടീസർ കാര്യങ്ങളൊക്കെ അവർ ചൈനയിൽ പുറത്തു വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്കെച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാം. എൻ്റെ ഒരു കളർ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഡുവൽ ടോൺ കളർ ടോണിലൊക്കെയാണ് വരാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഡിമെൻസിറ്റിയുടെ 9400 എന്ന് പറയുന്ന ആ ഒരു ലേറ്റസ്റ്റ് പ്രൊസസർ ആയിരിക്കും എന്നും പറയുന്നുണ്ട്. എന്തായാലും എന്ന് വരും, എന്താണ് ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ ഒരു മാസം തന്നെ അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ ചൈനയിൽ ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ചുകൊണ്ട് ആദ്യമായിട്ട് വരാൻ പോകുന്ന ഫോൺ, അത് റെഡ്മി A4 എന്ന് പറയുന്ന ഫോൺ ഈ മാസം 20-ാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. സോ നമ്മൾ കുറേ വീഡിയോകളിൽ അതിനെക്കുറിച്ച് പറഞ്ഞതാണ് ഓൾറെഡി. എന്തായാലും ഈ മാസം 20-ാം തീയതി ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതൊരു 5G ഡിവൈസ് ആയിരിക്കും. ഇതിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 10,000 രൂപയ്ക്ക് താഴെയുമാണ്.
വിവോയുടെ സൈഡിൽ നിന്ന് Y18T Y18T എന്ന് പറയുന്ന ഒരു ഫോൺ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ 6.56 വരുന്ന IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ആ ഒരു ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്നത്. 50 മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ, 5000 mAh ബാറ്ററി ഒക്കെ വരുന്ന ഈ ഒരു ഫോണിന്റെ 4GB റാം 128GB ഇന്റേണൽ മെമ്മറി വേരിയന്റിന് 9500 രൂപയാണ് വില വരുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കുക. HyperOS 2ന്റെ ഗ്ലോബൽ റോൾ ഔട്ടിന്റെ സ്കെഡ്യൂളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രീമിയം ഫോണുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ ഒരു മാസം തന്നെ, അതായത് നവംബറിൽ തന്നെ ഈ ഒരു HyperOSന്റെ അപ്ഡേഷൻ കിട്ടുമെന്ന് പറയുന്നുണ്ട്. കുറച്ചും കൂടി പഴയ ഫോണുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിസംബർ അല്ലെങ്കിൽ ജനുവരിയിലൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൂടാതെ അവരുടെ ടാബ്ലറ്റ് കാര്യങ്ങളിലൊക്കെ തന്നെ ഈ ഒരു നവംബർ ഡിസംബർ ആയിട്ട് ഈ ഒരു HyperOS 2ന്റെ അപ്ഡേഷൻ കിട്ടുമെന്ന് പറയുന്നുണ്ട്. സോ ആ ഒരു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൽ എപ്പോൾ കിട്ടും എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കി കണ്ട് മനസ്സിലാക്കുക. ഒരുപാട് ആളുകൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സാംസങ് ഗാലക്സി S25 സീരീസ് ഉണ്ടല്ലോ, അത് അധികം വൈകാതെ തന്നെ ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതായത് ജനുവരി ലാസ്റ്റിലേക്കൊന്നും പോകില്ല, ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ ഈ S25 സീരീസ് ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ലീക്ക് ആയിട്ടുള്ള ഡേറ്റുകൾ പറയുന്നത് ജനുവരി 22, 23 ഒക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ മറ്റ് ന്യൂസുകളിൽ പറയുന്നത് ജനുവരി ഫസ്റ്റ് വീക്ക് തന്നെ ഇതിന്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും, സെക്കൻഡ് വീക്കിൽ തന്നെ ഇതിന്റെ ലോഞ്ച് കാര്യങ്ങൾ, സെയിൽ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾ സാംസങ് ഗാലക്സി S25 സീരീസിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അധികം വൈകാതെ ഇതിന്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇനി വന്നു തുടങ്ങും. സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് അധികം വൈകാതെ ഇന്ത്യയിലടക്കം ഗ്ലോബലി ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഗാലക്സി A36 അതേപോലെ A26 എന്ന് പറയുന്ന രണ്ട് ഫോണുകളുടെ റെൻഡേഴ്സ് ലീക്ക് ആയിട്ടുണ്ട്. ഈ രണ്ട് ഫോണുകളുടെയും ക്യാമറ മൊഡ്യൂൾ നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം അവിടെ കാണുന്നുണ്ട്. ആ ഒരു ഡോട്ട് ടൈപ്പിലുള്ള ക്യാമറ മൊഡ്യൂൾ അല്ല കൊടുത്തിട്ടുള്ളത്, പകരം ഒരു കേസിനുള്ളിലാക്കിയിട്ട് കൊടുത്തിട്ടുള്ള രീതിക്കാണ് ഈ ഒരു റെൻഡർ സൂചിപ്പിക്കുന്നത്. സോ അവർ ഡിസൈനിൽ എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ടോ, അത് ഇത് വരും, ഡിസൈൻ മാത്രമാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും രണ്ട് ഫോണുകൾ സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് A സീരീസിൽ വരുന്നുണ്ട്, സാംസങ് ഗാലക്സി A26 ആൻഡ് A36. 2026 ആപ്പിളിന്റെ സൈഡിൽ നിന്ന് ഒരു സ്മാർട്ട് ഹോം ക്യാമറ ഡിവൈസ് വരും എന്നുള്ള ഒരു വാർത്തകൾ വരുന്നുണ്ട്. അതിന്റെ ലീക്ക്ഡ് ഡിസൈൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത്തരത്തിലുള്ള ഒരു ഡിസൈൻ ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇതിന് മുന്നും നമ്മൾ ഇത്തരത്തിലൊരു വാർത്ത ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്പൊ ആ ഒരു വാർത്തകൾ ഇങ്ങനെ വളരെ വ്യാപകമായിട്ട് കേൾക്കുന്നുണ്ട്. നമ്മളുടെ ഇപ്പം നിലവിലുള്ള ആപ്പിൾ ഈക്കോ സിസ്റ്റമായിട്ട് ഇത് കണക്ട് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ പർപ്പസ് എന്താണ്, എന്തൊക്കെയാണ് ഇതിനെ കൊണ്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. എന്തായാലും ഇപ്പോഴത്തെ റൂമേഴ്സ് പ്രകാരം ഇങ്ങനൊരു ഡിവൈസിന്റെ പണിപ്പുരയിലാണ് ആപ്പിൾ. അതേപോലെ 2026 കൂടി തന്നെ ഇപ്പോൾ നിലവിലുള്ള ആപ്പിൾ എയർപോഡ്സ് പ്രോ സീരീസുകൾ ഉണ്ടല്ലോ, അതിൽ കുറച്ചും കൂടിയും ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു പണി നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പം നിലവിലുള്ള സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു എയർപോഡ് പ്രോ സീരീസുകൾ നമുക്ക് നമ്മുടെ ഹിയറിംഗ് എയ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഒക്കെ വരുന്നു പറയുന്നുണ്ട്. അതെന്താണ് ഫീച്ചേഴ്സ് എന്നുള്ളത് കണ്ടില്ല, കുറച്ച് ഹെൽത്ത് ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് മാത്രം. ഇന്ത്യയിൽ ഡൊമസ്റ്റിക് എയർലൈൻസിൽ ട്രാവൽ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊരു സന്തോഷ വാർത്ത ഉണ്ട്. അധികം വൈകാതെ നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലിരുന്ന് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് സാറ്റലൈറ്റ് വഴി ഫ്ലൈറ്റിലേക്ക് ആ ഒരു കണക്ഷൻ കൊടുക്കും, വൈഫൈ യൂസ് ചെയ്തുകൊണ്ട് നമുക്കും നമ്മളുടെ ഫോണിലോട്ടും ആ ഒരു ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതിന് വേണ്ട എല്ലാ അപ്രൂവലും കാര്യങ്ങളും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എയർലൈൻസുകാരാണ്. സോ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും അതേപോലെ ലാൻഡ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ബാക്കി സ്റ്റേബിൾ ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ എന്താണെങ്കിലും ഫ്ലൈറ്റിലിരുന്ന് യൂസ് ചെയ്യാൻ സാധിക്കും. അതൊരു നല്ല കാര്യം തന്നെയാണ് അല്ലേ. എന്തായാലും അധികം വൈകാതെ ഇത് ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ള വാർത്തകളും നമുക്ക് കേൾക്കാം. നവംബർ 24 ചൈനയിൽ ഓപ്പോയുടെ സൈഡിൽ നിന്ന് ഓപ്പോ പാഡ് 3 എന്ന് പറയുന്ന ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഇവന്റിൽ റെനോ 13 സീരീസ് ഫോണുകളും ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഓപ്പോ പാഡ് 3യുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ അത് OnePlus പാഡ് 2ന്റെ റീബ്രാൻഡഡ് വെർഷൻ മാത്രമാണ്, അല്ലാതെ ഇതൊരു പുതിയ ഡിവൈസ് അല്ല. സോ OnePlus പാഡ് 3 അതേപോലെ റെനോ 13 സീരീസുകൾ ഈ മാസം 24 ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ജിഗാബൈറ്റ് എന്ന് പറയുന്ന കമ്പനി ലാസ്റ്റ് വീക്ക് ഒരു ഗെയിമിംഗ് മോണിറ്റർ ഇന്ത്യയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്കിവിടെ 27 ഇഞ്ച് വരുന്ന IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് അവിടെ 180 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഗ്ലെയർ ഫ്രീ കോട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിൽ ഇതിന്റെ പ്രൈസ് വരുന്നത് 29,000 രൂപയാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് അതേപോലെ മറ്റ് വെബ്സൈറ്റിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. വിവോയുടെ സൈഡിൽ നിന്ന് Y സീരീസിൽ Y300 എന്ന് പറയുന്ന ഫോൺ ഈ മാസം 21 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. 6.67 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ, 5000 mAh ബാറ്ററി, 50 മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പ്, പിന്നെ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത്. ഇതിന്റെ സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 15,000 രൂപയ്ക്ക് താഴെയൊക്കെയാണ് പ്രൈസ് വരേണ്ടത്. പക്ഷേ ഇതൊരു Y സീരീസ് ഫോണാണ്, ഓഫ്ലൈൻ ആയിട്ട് വരുന്ന ഫോണാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം 20,000 രൂപയ്ക്ക് മുകളിൽ പോകാൻ ചാൻസ് ഉണ്ട്.
എന്തായാലും വിവോ Y300 എന്ന് പറയുന്ന ഫോൺ ഈ മാസം 21-ാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. YoY പെർഫോമൻസ് നോക്കുമ്പോൾ, അതായത് ഇയർ ഓവർ ഇയർ സെയിൽ പെർഫോമൻസ് നോക്കുമ്പോൾ സാംസങ് എന്ന് പറയുന്ന ബ്രാൻഡ് ശരിക്കും ഇന്ത്യയിൽ നിന്ന് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ Q3 ഈ വർഷത്തെ Q3 നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വിവോ തന്നെയാണ് ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത്. ഇപ്പോൾ വിവോയ്ക്ക് ഏകദേശം 20% ഇൻക്രിമെന്റ് ആണ് സെയിലിൽ ഉണ്ടായിട്ടുള്ളത്. ഓപ്പോനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് 47% സെയിൽ ഹൈക്കാണ് ഉണ്ടായിട്ടുള്ളത്, ഇൻക്രിമെന്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ബാക്കി നഷ്ടം വന്നിട്ടുള്ളവരും ലാഭം വന്നിട്ടുള്ളവരൊക്കെ ഉണ്ട്. എന്തായാലും ഇങ്ങനെയാണ് സെയിലിന്റെ കണക്ക് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ നോക്കുക. നല്ലൊരു ഗിവ് അവേ അനൗൺസ് ചെയ്യുന്നുണ്ട്. സോ വേറെ എന്താ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. സപ്പോർട്ട് ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.